ഹലോ, നമസ്കാരം. രണ്ടാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്കറിയാം 2 ഭാഗങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ്, അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് തുടങ്ങിയ ടോപ്പിക്സാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പഠിക്കുന്നത്. അക്കൗണ്ടൻസി പ്രാക്ടിക്കൽ വിഷയമാണ്. 60 മാർക്കിൻ്റെ എക്സാമാണ് നമുക്ക് സെക്കൻഡ് ഇയറിലുള്ളത്. ആ 60 മാർക്കിൻ്റെ എക്സാമിൽ 40 മാർക്ക് പാർട്ട് 1 നിന്നും അക്കൗണ്ടൻസി പോർഷനിൽ നിന്നും, ബാക്കി 20 മാർക്ക് പാർട്ട് 2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പോർഷനിൽ നിന്നുമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. എന്നാൽ വളരെ കുറച്ച് മാത്രം ഉള്ള ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. വളരെ നല്ല രീതിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 20 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ രണ്ടാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് പാർട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. ഇതിലെ നോട്ട്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ചെറിയ ബുക്ക് നിങ്ങൾ അതിനുവേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. ആ നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ ഇതിലെ നോട്ട്സുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുക. നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ഈ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. 1ാം വർഷത്തിൽ അക്കൗണ്ടൻസി വളരെ വിശദമായി നമ്മൾ പഠിച്ചു. എന്താണ് അക്കൗണ്ടൻസി എന്നും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ട്രാൻസാക്ഷനുകൾ അതെങ്ങനെ റെക്കോർഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ടെത്തി അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന മാനുവൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് നമ്മൾ 1ാം വർഷ അക്കൗണ്ടൻസിയിൽ പഠിച്ചതാണ്. ആ അക്കൗണ്ടിങ്ങിൻ്റെ ആസ്പെക്ട്സ് നമ്മൾ 2ാം വർഷത്തിൽ എങ്ങനെ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ചെയ്യാം എന്നുള്ളത് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പാർട്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നറിയപ്പെടുന്ന നമ്മുടെ 2ാമത്തെ പാർട്ട്. സോ നിങ്ങൾക്കെല്ലാം അക്കൗണ്ടൻസി എന്താണെന്നറിയാം. അക്കൗണ്ടന്റ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഫിനാൻഷ്യൽ ഡേറ്റ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് തുടങ്ങി അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് ആ ഒരു അക്കൗണ്ടൻസിയുടെ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്തതാണ്. കഴിഞ്ഞ വർഷം നമ്മളതെല്ലാം മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഈ പറയുന്ന അക്കൗണ്ടിങ് പ്രോസസ്സ് എങ്ങനെ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ചെയ്യാം എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത അക്കൗണ്ടിങ് പ്രോസസ്സ് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ, ഒരു സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിലുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുക. So what is computerized accounting or computerized accounting system? So computerized accounting means the process of accounting, that is recording, classifying, summarizing, etc. are done with the help of a computer. എന്താണ് computerized accounting system എന്ന് പറഞ്ഞാൽ? It's a system used by business for recording and manipulating financial data with the help of computers and various accounting softwares. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സിസ്റ്റം യൂസ്ഡ് ബൈ ബിസിനസ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വേരിയസ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്. അതായത് നമ്മളുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ട്രാൻസാക്ഷനുകൾ, അവയെല്ലാം ഒരു കമ്പ്യൂട്ടറിൻ്റെയും ആ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റോൾ ചെയ്ത ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെയും സഹായത്താൽ റെക്കോർഡ് ചെയ്ത് അത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് അതിൽ നിന്നും നമ്മൾ റിപ്പോർട്ടുകൾ എടുത്ത് അതാണ് മാനിപ്പുലേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. സോ റെക്കോർഡിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ ഇൻ എ ബിസിനസ്
with the help of computers and softwares. That is called അതിനുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം? ഒന്നുകൂടി ഞാൻ പറയാം. It is a system used by business for recording and manipulating financial data with the help of computers and various accounting softwares. ആ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആണ് നമ്മളുടെ അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുക. എന്താണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ, നമ്മൾ അതിനെ ചുരുക്കി വേണമെങ്കിൽ നമുക്ക് CAS എന്ന് പറയാം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമ്മളതാണ് ഇനി ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ സവിശേഷതകൾ എന്തെല്ലാം, features of or characteristics of computerized accounting system. The first point is, നമുക്കറിയാം, നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ, എന്താണ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത മാനുവൽ അക്കൗണ്ടിംഗ് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ചെയ്യുമ്പോൾ അതിനുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? So the first feature is simple and integrated. The process of accounting can be performed very easily, വളരെ വേഗത്തിൽ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. All business operations such as purchase, sales, finance, inventory, etc. are integrated. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ വിവിധ ഫംഗ്ഷനുകൾ, പർച്ചേസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, ഇൻവെന്ററി ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ഇതൊക്കെയായി ബന്ധപ്പെട്ട വിവിധ ട്രാൻസാക്ഷനുകളെ, വിവിധ ഇടപാടുകളെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുവന്ന് അതിൽ നിന്നും നമുക്ക് വളരെ സിമ്പിളായ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് നമുക്ക് സഹായകരമാവുന്നതാണ്. അതാണ് ഇന്റഗ്രേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. വിവിധ നമ്മുടെ ബിസിനസിന്റെ വിവിധ ആക്ടിവിറ്റികൾ, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആ അക്കൗണ്ടിംഗ് ആക്ടിവിറ്റികളിലും ട്രാൻസാക്ഷനുകളെയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അതിൽ നിന്നും നമുക്ക് ഡാറ്റകൾ, നമുക്ക് വളരെ ഉപയുക്തമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് സഹായകരമായ ഡാറ്റകൾ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫീച്ചർ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് system. Simple and integrated. It can be performed very easily. All the functions are integrated. So the second feature is, രണ്ടാമത്തെ പ്രത്യേകത ആയിരിക്കും, വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം, മനുഷ്യർ, ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നതിനേക്കാൾ വളരെ സ്പീഡി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. Many times speedier than human beings. So the second point is, the second feature of computerized accounting system is speed ആണ്. എന്താണ്? Computers can process data speedily, many times, millions of times faster than, speedier than human beings. So that is the second feature of computerized accounting system. The first one is simple and integrated. The second point is speedy. ആലോചിച്ച് മറ്റൊരു പ്രത്യേകത എന്തായിരിക്കും? The third feature of computerized accounting is accuracy. കൃത്യതയുണ്ടായിരിക്കും. ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള തെറ്റുകൾ, നമുക്കറിയാം, ഒരു മനുഷ്യൻ വർക്ക് ചെയ്യുമ്പോൾ, കുറച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ മൊണോട്ടണസ് ആവും, ടയേർഡ് ആവും. അപ്പൊ അത്തരത്തിലുള്ള യാതൊരു ക്ഷീണവും സംഭവിക്കാത്ത ഒന്നാണ് കമ്പ്യൂട്ടേഴ്സ്. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും കമ്പ്യൂട്ടറുകൾക്ക് ഒരേ ആക്യുറസിയോട് കൂടിയിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിംഗ് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ദി തേർഡ് പോയിന്റ് ഈസ് accuracy. The accuracy of computer is very high. Computers can perform the various accounting activities with the highest accuracy. So we have discussed the 3 points. Features of computerized accounting system. The first one is simple and integrated. Second point, speed. Third one, accuracy. The fourth feature of computerized accounting system is scalability. അതായത് ഒരു ബിസിനസിന്റെ സൈസോ അതിലെ ട്രാൻസാക്ഷനുകളുടെ എണ്ണമോ കൂടുകയാണെങ്കിൽ കൂടിയും നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ തന്നെ കൂടുതൽ ഡാറ്റ നമുക്ക് പ്രോസസ് ചെയ്യുവാനും സാധിക്കുമെന്നുള്ളതാണ് സ്കെയിലബിലിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്കെയിലബിലിറ്റി. സോ വാട്ട് ഈസ് സ്കെയിലബിലിറ്റി?
It can process additional data without incurring additional cost. അതായത് നമ്മുടെ സ്കെയിലബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സ്ഥാപനത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഡാറ്റ കൂടുന്നതിനനുസരിച്ചിട്ടോ നമുക്ക് കോസ്റ്റ് കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡാറ്റ പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദാറ്റ് ഇസ് സ്കെയിലബിലിറ്റി. So we have discussed 4 points: simple and integrated, speed, accuracy, scalability. The next one is reliability. നമുക്ക് കൂടുതൽ ആശ്രയിക്കാവുന്നതാണ്. The generated information from computerized accounting is more accurate and reliable than manual accounting. Computerized accountingിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാൾ കൂടുതൽ ആക്യുറസി ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ റിലയബിൾ ആയിരിക്കും, നമുക്ക് കൂടുതൽ ആശ്രയിക്കാവുന്നതായിരിക്കും എന്നുള്ളതാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. സോ ദ പോയിന്റ് ഈസ് റിലയബിലിറ്റി. ആശ്രയിക്കാവുന്നതാണ്. The generated information from computerized accounting is more reliable than manual accounting. The next point is transparency. കൂടുതൽ സുതാര്യമായിരിക്കും. വളരെ സുതാര്യമായ രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുവാനും അത് പ്രോസസ്സ് ചെയ്യുവാനും അതിന്റെ റിപ്പോർട്ടുകൾ എടുക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. Computerized accounting provides greater transparency for day-to-day ബിസിനസ് ഓപ്പറേഷൻസ്. നമ്മളുടെ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് വളരെ കാര്യക്ഷമമായി വളരെ കൃത്യതയോടുകൂടി നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി ഉണ്ടാവും. അതായത് സുതാര്യമായിരിക്കും എന്നുള്ളതാണ് ട്രാൻസ്പെറൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ദ മാനേജേഴ്സ് ക്യാൻ ടേക്ക് ക്വിക്ക് ഡിസിഷൻസ് based on the reports generated from this computerized accounting system. ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ വളരെ വേഗത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാനേജേഴ്സിനെ, ഒരു ബിസിനസ്സുകാരനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ പ്രസന്റേഷനിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്. ഞാൻ ഒന്നും കൂടി പറയാം. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? It is a system used by business for recording and manipulating financial data with the help of computers and various accounting softwares. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. The first point is simple and integrated. The first feature of computerized accounting system is simple and integrated. The second one is speed. The third feature is accuracy. And the fourth one, scalability. The fourth feature of computerized accounting system is scalability. The fifth one is reliability. ആശ്രയിക്കാവുന്നതാണ്. And the sixth one is transparency. സുതാര്യതയുള്ളതാണ്. And the last one, quick decision making. So സെക്കൻഡ് ഇയറിലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ടോപ്പിക്കാണിത്. ഞാൻ ഈ വീഡിയോ പ്രസന്റേഷന്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇതൊരു ചെറിയ ബുക്കിലേക്ക് രേഖപ്പെടുത്തി വെക്കുക, വളരെ നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തു നിന്നും 20 മാർക്ക് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.